നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സീഡിറ്റിൽ നടക്കുന്നത് തൊഴിലാളി വിരുദ്ധ നടപടികൾ. കഴിഞ്ഞ മെയ് 1 തൊഴിലാളി ദിനത്തിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പിരിച്ചുവിട്ട 228 കരാർ തൊഴിലാളികളെ തിരിച്ചെടുക്കുന്ന വിഷയം പുനഃപരിശോധിക്കാതെ സർക്കാർ. 20 വർഷത്തിലേറെയായി ജോലി ചെയ്യുന്നതിനിടെ പിരിച്ചുവിട്ടതിൽ മനം നൊന്ത് ഒരാൾ ജീവനൊടുക്കിയെന്ന സഹപ്രവർത്തകരുടെ വിലാപത്തിന് മുന്നിലും മുഖം തിരിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. CPM സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ ഭർത്താവായ ഡയറക്ടർക്ക് സർക്കാർ കാലാവധി നീട്ടി നൽകുന്നത് നിയമവിരുദ്ധമായെന്നും ആരോപണമുണ്ട്. 2025 മെയ് 1 തൊഴിലാളി ദിനത്തിനാണ് സീഡിറ്റിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പിൽ ജോലി ചെയ്തിരുന്ന 228 പേരെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പിരിച്ചുവിട്ടത്. 2010 മുതൽ മോട്ടോർ വാഹന വകുപ്പിൽ ഹൌസ് കീപ്പിംഗ് മുതൽ IT സംവിധാനം ഉൾപ്പെടെയുള്ളവ ഒരുക്കുന്നത് ഫെസിലിറ്റി മാനേജ്മെന്റ് സർവീസ് പദ്ധതി കരാറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഓരോ 3 വർഷവും കരാർ നീട്ടിയാണ് മുന്നോട്ട് പോയിരുന്നത്. 2021 കാലാവധി പൂർത്തിയായ കരാർ പിന്നീട് പുതുക്കിയില്ല. സർക്കാർ ഉത്തരവിൽ താൽക്കാലികമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇതാണ് ഒറ്റയടിക്ക് നിർത്തലാക്കി പദ്ധതിയിൽ ഉൾപ്പെട്ട ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടത്. സീഡിറ്റ് മോട്ടോർ വാഹന വകുപ്പും തമ്മിലുള്ള 2012 നിരക്കുകൾ പ്രകാരമാണ് സീഡിറ്റിന് മോട്ടോർ വാഹന വകുപ്പ് നൽകി വരുന്നതെന്നും ഇത് വർദ്ധിപ്പിച്ച് കരാർ പുതുക്കണമെന്നും സീഡിറ്റ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിന് മോട്ടോർ വാഹന വകുപ്പ് കാലതാമസം വരുത്തി. ഈ കാരണം ചൂണ്ടിക്കാട്ടി സീഡിറ്റ് രജിസ്ട്രാർ കരാർ റദ്ദാക്കി. ഇതാണ് കൂട്ടപ്പിരിച്ചുവിടലിന് കാരണമായത്. SSLC മുതൽ MTech വരെ വിദ്യാഭ്യാസമുള്ള ജീവനക്കാരാണ് ജോലിയില്ലാത്തതിനാൽ പെരുവഴിയിലായത്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ, സോണൽ മാനേജർ, നെറ്റ്വർക്ക് അഡ്മിൻ, ഹൌസ് കീപ്പിംഗ് സ്റ്റാഫ് എന്നീ തസ്തികയിലുള്ളവരെയാണ് പിരിച്ചുവിട്ടത്. ഹൌസ് കീപ്പിംഗ് തസ്തികയിൽ ജോലി ചെയ്തിരുന്നവർക്കാണ് കൂടുതലും ജോലി നഷ്ടമായത്. 7000 രൂപ മാസ ശമ്പളത്തിനാണ് ഹൌസ് കീപ്പിംഗ് ജീവനക്കാർ സേവനം അനുഷ്ഠിച്ചിരുന്നത്. കൂട്ടപ്പിരിച്ചുവിടലിൽ ജോലി നഷ്ടപ്പെട്ടയാളാണ് ജിസൺ. പാലാ SRTOയിൽ അസിസ്റ്റന്റ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററായി കഴിഞ്ഞ 20 വർഷമായി ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം. ഇതിനിടയിലാണ് മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടത്. മാസങ്ങളായി തുടരുന്ന സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഒടുവിൽ ജോലി തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ജീവനക്കാർ. എന്നാൽ സമരങ്ങളെല്ലാം പരാജയപ്പെടുകയും മറ്റു വഴികൾ കണ്ടെത്താനാവാതെയും വന്നതോടെയാണ് ജിസൺ ആത്മഹത്യയ്ക്ക് മുതിർന്നതെന്ന് സുഹൃത്തുക്കൾ പറയുന്നു. ഇക്കാര്യം സൂചിപ്പിച്ച സഹപ്രവർത്തകർക്ക് ജിസൺ മെസ്സേജ് അയച്ചിരുന്നതായും അവർ വ്യക്തമാക്കുന്നുണ്ട്. സീഡിറ്റിൽ ജീവനക്കാരെ പിരിച്ചുവിടുകയാണെങ്കിലും ഡയറക്ടറുടെ കസേരയ്ക്ക് യാതൊരു ഇളക്കവും സംഭവിക്കുന്നില്ല. 3 വർഷ കാലാവധി കഴിഞ്ഞിട്ടും ഡയറക്ടർ G ജയരാജന് കാലാവധി നീട്ടി നൽകി. പ്രവർത്തന മികവ് പരിശോധിച്ച് കാലാവധി നീട്ടി നൽകണമെന്നായിരുന്നു സർക്കാർ ഉത്തരവ്. പക്ഷേ ഈ മികവ് പരിശോധിച്ചത് ആരാണെന്നോ ആര് വിലയിരുത്തൽ നടത്തിയെന്നോ വ്യക്തമാക്കാതെ കാലാവധി 2ാം തവണയും നീട്ടി നൽകുകയായിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ TN സീമയുടെ ഭർത്താവായ ജയരാജന് മുൻപ് കാലാവധി നീട്ടി നൽകിയത് വിവാദമായിരുന്നു. ഇടത് സംഘടനകൾ വരെ എതിർത്തിട്ടും സർക്കാർ തീരുമാനവുമായി മുന്നോട്ട് പോവുകയായിരുന്നു. IAS മാത്രം വഹിച്ചിരുന്ന സീഡിറ്റ് ഡയറക്ടറുടെ തസ്തികയുടെ യോഗ്യത തിരുത്തിയാണ് ജയരാജന് നിയമനം നൽകിയതെന്നും ആരോപണം ഉയർന്നിരുന്നു. പെൻഷൻ പദ്ധതി നടപ്പാക്കുമ്പോഴും 10 വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന കരാർ തൊഴിലാളികളെ ഒഴിവാക്കാനും ശ്രമം നടന്നു. സ്ഥിരം ജീവനക്കാരെ മാത്രം ഉൾപ്പെടുത്താനാണ് തീരുമാനിച്ചത്. മുഖ്യമന്ത്രി ചെയർമാനായ ഗവേണിംഗ് ബോഡിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലാണ് ജീവനക്കാരെ പല തട്ടിലാക്കി അവഗണിച്ചത്.